ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ T20 പരമ്പരയിൽ സഞ്ജു ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കുമോ ഇല്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യം വളരെ പ്രധാനമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ചോദ്യം ഉയരാനുള്ള കാരണം ഓസ്ട്രേലിയക്കെതിരെ അവസാനം കളിച്ച ചില T20 മത്സരങ്ങളിൽ ഇന്ത്യ ജിതേഷ് ശർമ്മക്കാണ് അവസരം നൽകിയത്, സഞ്ജുവിന് അവസരം നൽകിയിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സഞ്ജുവിനെ കുറിച്ചുള്ള ചോദ്യം ഇന്ത്യൻ ടീം ക്യാപ്റ്റനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒക്കെ നേരിടേണ്ടി വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആദ്യ മത്സരത്തിൻ്റെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞൊരു കാര്യം സഞ്ജുവിന് ഓപ്പണിങ്ങിൽ ആവശ്യത്തിന് അവസരം നൽകി എന്ന തരത്തിലാണ്. അല്ലെങ്കിൽ സഞ്ജുവിന് ആവശ്യത്തിന് അവസരം നൽകിയിട്ടുണ്ട്, നിലവിൽ സഞ്ജുവിനെ മധ്യനിരയിലാണ് വേണ്ടത്, അത് ടോപ്പ് ഓർഡറിലേക്ക് ഒരു തരത്തിലും സഞ്ജുവിനെ പരിഗണിക്കുന്നില്ല. ടോപ്പ് ഓർഡർ മീൻസ് ഓപ്പണർമാരായിട്ട് 3 മുതൽ 6 വരെയുള്ള ഏത് പൊസിഷനിലുള്ള താരങ്ങൾ ഏത് പൊസിഷനിലും കളിക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു മെസ്സേജാണ് കൊടുത്തിരുന്നത്. അപ്പം ഇതിൽ മാധ്യമങ്ങളെല്ലാവരും എടുത്ത് കാണിച്ച ഒരു വാക്ക് എന്ന് പറയുന്നത് ആവശ്യത്തിന് അവസരം സഞ്ജുവിന് നൽകി എന്നതാണ്. യഥാർത്ഥത്തിൽ സഞ്ജുവിന് ആവശ്യത്തിന് അവസരം ഇന്ത്യ നൽകിയിട്ടുണ്ടോ? ഒരു പക്ഷേ മത്സരങ്ങളുടെ കാര്യത്തിൽ നൽകിയിട്ടുണ്ടാകാം, പക്ഷേ ഒരു കൃത്യമായ ഒരു റോൾ എന്ന രീതിയിൽ സഞ്ജുവിന് ആവശ്യത്തിന് അവസരം ഇന്ത്യ നൽകിയിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവസരം നൽകിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. അന്ന് ആദ്യം ക്യാപ്റ്റനായി വന്ന സമയം അടുത്ത 7 മത്സരങ്ങൾ ഒരു നമ്പർ പറഞ്ഞിട്ടാണ് സഞ്ജുവിന് അവസരം കൊടുത്തത്. അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മത്സരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓപ്പണറായിട്ട് തന്നെ സഞ്ജുവിന് കുറച്ചധികം മത്സരങ്ങൾ കൊടുത്തില്ല എന്നും പറഞ്ഞില്ല, സഞ്ജു അതിൽ തെളിയിച്ചിട്ടുമുണ്ട്. ആ സമയത്താണ് സഞ്ജുവിൻ്റെ ക്രിക്കറ്റിൽ T20 ഇന്റർനാഷണൽ കരിയറിലെ ഏറ്റവും പീക്ക് ഫോം എന്ന് പറയാൻ വേണ്ടി പറ്റും. സെഞ്ചുറികളൊക്കെ വന്ന് സഞ്ജു ആ ലഭിച്ച അവസരം മുതലാക്കിയിട്ടുമുണ്ട്. അതാണ് നമ്മൾ എടുത്ത് നോക്കേണ്ടത്. ഇപ്പം സഞ്ജുവിന് ആവശ്യത്തിന് അവസരം നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പം ആ അവസരം സഞ്ജു കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീമിന് എന്നിട്ടും അവിടത്തേക്ക് സഞ്ജുവിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതിലാണ് പോയിന്റ്. സഞ്ജുവിന് അവസരം നൽകിയിട്ട് വിനിയോഗിച്ചു. അത് ഫോമിൽ ഇതായിരുന്നില്ലേ, സ്ഥിരത ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സെഞ്ചുറികൾ വന്നിട്ടുണ്ടായിരുന്നു. മികച്ച രീതിയിൽ റെക്കോർഡ് വരെ കഴിഞ്ഞ കൺട്രോഷണൽ റെക്കോർഡ് വരെ സഞ്ജുവിന് T20 ലഭിച്ചിരുന്നു. ആ ലെവലിലേക്ക് സഞ്ജു കളിക്കുന്നുണ്ട്. പക്ഷേ ഗില്ല് വന്നപ്പോഴേക്ക് വീണ്ടും ഇതൊക്കെ മാറി ഗില്ലിന് ഇതായിട്ട് കൊടുത്തു. ഗില്ലിന് മുൻതൂക്കം കൊണ്ട് ഗില്ല് സ്ഥാനം അർഹിക്കുന്നൊക്കെ പറയുന്നത് ശരിയാണ്. ഗില്ല് സ്ഥാനം അർഹിക്കുന്നുണ്ട്. മറ്റു 2 ഫോർമാറ്റിൽ നായകനായിട്ട് വെക്കുന്ന ഒരു താരത്തിന് ഈ T20 ഒരു സ്ഥാനം അർഹിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി ഒന്നും പറ്റില്ല. ഇവരങ്ങനെയാണല്ലോ ഇപ്പം 3 ഫോർമാറ്റിലേക്ക് ഒരു നായകനായിട്ടുള്ള നോക്കുന്നത്. ഇതിൽ ഞാൻ വേറൊരു കാര്യമാണെന്ന് നമ്മുടെ സൂര്യകുമാർ യാദവ് സഞ്ജുവിൻ്റെ നല്ലൊരു സപ്പോർട്ടർ, അല്ലെങ്കിൽ സഞ്ജുവിന് നല്ലൊരു താരം തന്നെയായിരുന്നു, സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത താരം തന്നെയായിരുന്നു. അത് ഏത് ഫോർമാറ്റിലേക്കൊക്കെ, അതിൽ ഏകദിനത്തിലായാലും T20 നേരത്തെ നോക്കുമ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കോച്ചിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഒരു പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പം അല്ലെങ്കിൽ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന റോൾ വരുമ്പം അതിൽ വേറെ ഇത് വരുന്നുണ്ട്. അപ്പം അത് പറഞ്ഞ 2 പോയിന്റ്, ഒന്ന് 3 to 6 എന്നുള്ള പൊസിഷനിൽ ആരും കളിക്കാൻ തയ്യാറാണെന്ന് ഗംഭീർ പറയുന്നത് തന്നെ. ഓപ്പണർ അല്ലാത്ത ഒരാൾക്കും സ്ഥിരതയിലാറുന്ന സ്ഥാനം വന്നു. 2 ഗില്ല് കളിക്കേണ്ടതുണ്ട്, സഞ്ജുവിന് മറ്റ് മധ്യത്തിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ഗില്ല് കളിക്കേണ്ടതുണ്ട് പറയുമ്പം സൂര്യകുമാർ യാദവിന് തന്നെ അറിയാം ഗില്ല് കളിക്കാൻ വരുന്നത് T20 ലോകകപ്പ് കഴിയുമ്പോഴേക്ക് ഗില്ലായിരിക്കും ടീമിൻ്റെ നായകനായി വരുന്നത്. തൻ്റെ സ്ഥാനം മാറുന്നുള്ളത് അറിയാം. അപ്പോൾ അതുവരെയെങ്കിലും ഈ സ്ഥാനത്ത് ഈ ലോകകപ്പ് വരെയെങ്കിലും ഈ സ്ഥാനം ലഭിക്കണമെങ്കിൽ ഇവർ ഇതൊക്കെ പറഞ്ഞേ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും സഞ്ജുവിന് ആവശ്യത്തിന് അവസരം നൽകിയതിൽ ഒറ്റ വാക്കിൽ ഗില്ലിനെ അവസാനിപ്പിക്കാനാവില്ല. സൂര്യകുമാർ യാദവ് നെഗറ്റീവായിട്ട് പറഞ്ഞതെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം അദ്ദേഹം ക്ലിയറായിട്ട് പറഞ്ഞ അവസരം നൽകിയിട്ടുണ്ട്, സഞ്ജു തെളിയിച്ചിട്ടുണ്ട്, സഞ്ജുവിൻ്റെ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ സീനിയറായിട്ട് വരുന്നത് ഗില്ലാണ് ഇപ്പോൾ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഓപ്പണിങ്ങിലേക്ക്, അതുകൊണ്ട് ഗില്ലിന് കൊടുത്തു തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ സഞ്ജുവിൻ്റെ കണക്കുകൾ ഒന്ന് നോക്കാം. കണക്കുകൾ എന്ന് പറഞ്ഞാൽ മത്സരങ്ങളുടെ എണ്ണം. സഞ്ജു 51 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ഓപ്പണറായിട്ട്. അതായത് ഓപ്പണറായിട്ട് 17 മത്സരങ്ങൾ, ഫസ്റ്റ് പൊസിഷനിൽ 14, പിന്നെ 2ാമത്തെ പൊസിഷനിൽ അതായത് നോൺ സ്ട്രൈക്കറായിട്ട് 3 മത്സരങ്ങളിൽ, 3ാമത്തെ പൊസിഷനിൽ 5 മത്സരം, അതുപോലെ തന്നെ 4ാമത്തെ പൊസിഷനിലാണ് 11 മത്സരം സഞ്ജു കളിച്ചിട്ടുള്ളത്. പിന്നെ 5ാമത്തെ പൊസിഷനിൽ 8 മത്സരം, 6ാമത്തെ പൊസിഷനിലും 7ാമത്തെ പൊസിഷനിലും ഓരോ മത്സരം വീതം. ഇതാണ് സഞ്ജുവിൻ്റെ ഒരു കരിയറിലെ ഒരു ഇത് വരുന്നത്. ഇതിൽ സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച ശരാശരി അല്ലെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനം, 3 സെഞ്ചുറി, ഇതെല്ലാം വന്നത് ഫസ്റ്റ് പൊസിഷനിലാണ്. അതായത് സ്ട്രൈക്കറായിട്ട് ബാറ്റ് ചെയ്തിട്ടാണ്, സ്ട്രൈക്കിംഗ് എൻഡിൽ ഓപ്പണറായിട്ട് ബാറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സഞ്ജുവിന് ആവശ്യത്തിന് അവസരം ഇന്ത്യ നൽകിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 മത്സരങ്ങൾ നൽകി. പക്ഷെ ഈ 50 മത്സരങ്ങൾ 2015 മുതലുള്ള ഒരു 10 വർഷത്തെ ഇതിനകത്താണ് നൽകിയിട്ടുള്ളത്. സ്ഥിരമായിട്ടുള്ള അവസരങ്ങൾ, സ്ഥിരതയോട് കൂടിയിട്ടുള്ള അവസരങ്ങൾ നൽകിയിട്ടില്ല. ഒരു കാര്യം. 2ാമത്തെ കാര്യം, സഞ്ജുവിന് ഏറ്റവും കൂടുതൽ അവസരം
ഇന്ത്യ കൊടുത്തു എന്ന് പറയുന്നത് ഓപ്പണിങ്ങിലാണ്. ആ ഓപ്പണിങ്ങിലാണ് സഞ്ജു ഏറ്റവും കൂടുതൽ മികവ് തെളിയിച്ചിട്ടുള്ളത്. ഇപ്പോ ശരാശരി ആണെങ്കിലും റണ്ണാണെങ്കിലും എല്ലാ അർത്ഥത്തിലും ആ രീതിയിലാണ് മികവ് തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് അവസരം നൽകി, ഇനി നിനക്ക് ആവശ്യത്തിന് അവസരം നൽകിയില്ലേ, ഇനി നീ ഓപ്പണിംഗ് കളിക്കണ്ട, വേറെ പൊസിഷനിൽ പോയി കളിക്കൂ എന്ന് പറയുമ്പോൾ നീ അവിടെ ആ ഓപ്പണിംഗിൽ തെളിയിക്കാത്ത ഒരാളായിരിക്കണം. അതാണ് ഞാൻ പറയുന്ന പോയിന്റ്. അല്ല ഇത് നീ തെളിയിച്ചു എന്നിട്ടും സഞ്ജുവിന്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ ഇനി ഇവിടെ മതി, ഇനി നമ്മുടെ പണ്ടൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു, ആള് വന്നിട്ടുണ്ട്, അപ്പൊ നീ വിട്ടേക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ തന്നെ നീ നന്നായി കളിക്കുന്നുണ്ട്, പോയിക്കോ മാറി നീ അപ്പുറം പോയി കളിച്ചോ, നീ നന്നായി കളിക്കുന്നുണ്ട്, പക്ഷെ നിന്നെക്കാളും ഓപ്പണർ ആയിട്ടുള്ള ഒരാൾ ഇവിടെ വേറെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതെ പഞ്ചാബ് ബോയ്സിൽ പറഞ്ഞാലേ ഇവിടുത്തെ പണി ഇനിയിപ്പം പണി അറിയാത്ത ആടെ പോയി നല്ല പണി മേടിച്ചോ, 5ാം നമ്പറിൽ പോയിട്ട് കളിച്ച് തെളിയിച്ചോ. പക്ഷേ ഈ നമ്പറിൽ നമ്മൾ സഞ്ജുവിന് ഇപ്പോൾ സൈഫ് പറഞ്ഞപ്പോൾ പറഞ്ഞു, പിന്നെ 2015 തൊട്ട് ഒരു 10 വർഷത്തെ കാലയളവിലാണ് ഈ ഒരു അവസരം നൽകുന്നത്. 10 വർഷം വലിയ കാലയളവിലാണ് ഇത് വരുന്നത്. അതിൽ സ്ഥിരമായിട്ട് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പം പിന്നെ ഏത് മത്സരത്തിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സഞ്ജു വിക്കറ്റ് കീപ്പർ ആയിരിക്കുമ്പോൾ അതിൽ ഉറപ്പ് നമുക്ക് ഉണ്ടാവില്ല. സഞ്ജുവിന് അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 10 വർഷത്തെ കാലയളവിനിടയിലും ഈ 10 വർഷം കഴിഞ്ഞിട്ടും സഞ്ജുവിന് ടീമിൽ പിന്നെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുമോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓപ്പണായിട്ട് നിന്ന ആ മത്സരങ്ങൾ ഈ പറഞ്ഞ പിന്നെ ആ 17 മത്സരങ്ങൾ ഓപ്പണായിട്ട് എന്ന് പറഞ്ഞാൽ 17 മത്സരത്തിലും ഈ ഉറപ്പുണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ഒരു 10ഓളം മത്സരത്തിൽ സഞ്ജു നമുക്ക് ടീമിലുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ടുണ്ട്. ആ 10 ഈ കഴിഞ്ഞ സെഞ്ചുറികളൊക്കെ പറഞ്ഞ ആ ടൈമിന് അത് മാത്രമേ ഉള്ളൂ. ബാക്കി അല്ലെങ്കിൽ സഞ്ജു ഉണ്ടാവുന്ന സംശയത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ നിന്നിട്ട് അതായത് ഒരു സ്ഥിരതയിൽ പിന്നെ ടീമിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഉറപ്പില്ലാത്ത പൊസിഷനിൽ കളിക്കുന്നു. ടീമിൽ ഉൾപ്പെടുമ്പോൾ തന്നെ ഈ 1, 2 തൊട്ട് 8ാം നമ്പർ വരെ ബാറ്റ് ചെയ്ത് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് സഞ്ജുവിന് വരുന്നുണ്ട്. 7ാം നമ്പർ വരെ ബാറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്റിംഗ് ചെയ്യാതെ 8ാം നമ്പറിലൊക്കെ ഇരിക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു താരമാണ്. അപ്പോൾ അതിൽ വരുമ്പം ഈ പറഞ്ഞ കണക്കുകൾ നോക്കുമ്പോൾ സഞ്ജു ഓപ്പണറാണ്. 1ാം നമ്പറിൽ തന്നെ സഞ്ജു തിളങ്ങിയിട്ടുണ്ട്, ഓക്കെ റെഡിയാണ്. പക്ഷെ ഗില്ല് വന്നപ്പം ശ്രീലങ്ക കളിക്കാൻ പോയപ്പോൾ ശ്രീലങ്കയിൽ ഗില്ലായിരുന്നു ഓപ്പണിംഗ് ചെയ്തത്. ശ്രീലങ്ക അതുകൊണ്ട് തന്നെ അത് ഗില്ലിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ നീ മാറിയിരിക്കണം. ഇതാണ് ഗില്ല് ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞത്. അന്ന് ഗില്ല് അവിടെ കളിച്ചിരുന്നു. ഗില്ല് കളിച്ച സമയത്ത് അതിന് ശേഷമാണ് നീ വന്നത്. ഗില്ല് തിരിച്ചു വന്നു, നീ ഇതാക്കണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏത് ഫോർമാറ്റിൽ ഏത് താരത്തിനാണ് കൊടുക്കേണ്ടത് നമുക്ക് സംശയമാവും. ഈ ഫോമാണ് പെർഫോമൻസ് ആണ് എന്താണ് ഇവർ നോക്കുന്നറിയില്ല. പണ്ടവിടെ കളിച്ച ഇതാണെന്ന് ഇപ്പം വിരമിച്ച താരങ്ങളൊക്കെ തിരിച്ചു വന്ന ഈ പറഞ്ഞ താരങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയത് ഞാനാണെന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകും. അതൊരു ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ലോജിക്കാണെങ്കിലും ഈ പറഞ്ഞതിൽ ലോജിക്കില്ല എന്നാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇപ്പോ നമുക്ക് ഗില്ലിന്റെ കാര്യത്തില് ഗില്ലിനെ സംബന്ധിച്ച് ഗില്ലിന്റെയും സഞ്ജുവിന്റെ ശൈലി കുറച്ചും കൂടി ഇതാണ്. സഞ്ജു കുറച്ച് ഹൈ റിസ്ക് ആണ്, ഹൈ റിവാർഡാണ്. അതേസമയം ശുഭ്മാൻ ഗില്ല് കുറച്ചും കൂടി എന്താ പറയാ ലോ റിസ്ക്, കുറച്ച് റിലേ ചെയ്യാൻ വിശ്വസിക്കാവുന്ന ഒരു താരാണ്. അതായത് കുറച്ച് ആ ഒരു സ്ഥിരത ഗില്ലിന്റെ കാര്യത്തിൽ ഉണ്ടാവും. കാരണം ഗില്ല് അങ്ങനെ റിസ്കുകൾ എടുക്കുന്നത് വളരെ കുറവാണ്. നമ്മള് പറഞ്ഞില്ലേ ഗുജറാത്ത് ടൈറ്റൻസിന്റെ കളി കാണാൻ, ബാറ്റിംഗ് കാണാൻ ഒരു രസമില്ല. അവർ 200+ റൺ അടിച്ചിട്ടുണ്ട്, പക്ഷെ അത് കാണാൻ രസമില്ല എന്ന് ആളുകൾ പൊതുവെ പറയാറുണ്ട്. അത് നമുക്ക് ആ ഒരു തോന്നില്ല. ഇല്ല അതെ ആ ഒരു റിസ്ക് വരുന്നില്ല. പക്ഷെ അവർ റണ്ണ് സ്കോർ ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അത് വേറൊരു സ്ട്രാറ്റജിയാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് അതല്ല. പക്ഷെ ഞാൻ ഈ ആവശ്യത്തിന് അവസരം നൽകി എന്ന് പറയുമ്പോൾ ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് കരുതുന്നത് സഞ്ജുവിന് ഓപ്പണിംഗ് അവസരം കൊടുത്തത് ഇപ്പൊ ഒരു തലവേദനയായി മാറി എന്നുള്ളതാണ്. ഇപ്പൊ വേറൊരു കാര്യം കൂടി ഇട്ടാ, ഇനി മധ്യനിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ സഞ്ജുവിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങളുണ്ട്. തീർച്ചയായും. അപ്പൊ ജിതേഷ് ഉൾപ്പെടെയുള്ള താരങ്ങൾ നമ്മൾ അതിലേക്ക് പറയുന്നതാണ്. ഇതിപ്പോ സംഭവം വെച്ചാൽ ഗില്ലിന്റെ ടീമിൽ ഉൾപ്പെടുത്തുകയും വേണം. സഞ്ജുവിനെ ഒഴിവാക്കുന്നതിന് ആളുകൾ ആരാധകര് ഒന്നും പറയാനും പറ്റില്ല. അപ്പൊ നൈസായിട്ട് സഞ്ജുവിനെ ഓപ്പണിംഗ് റോളിൽ നിന്ന് നൈസായിട്ട് മാറ്റി ഗില്ലിനെ കൊണ്ടുവന്ന് മധ്യനിരയിലേക്ക് കൊണ്ടുവന്ന് മധ്യനിരയിൽ തിളങ്ങിയില്ല എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ച്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരുന്നു മധ്യനിരയിൽ സഞ്ജുവിന് അങ്ങനെ ആവശ്യത്തിന് ഒരു തെളിയിക്കാൻ പറ്റത്തക്ക അവസരങ്ങളൊന്നും അതിനുശേഷം ലഭിച്ചിട്ടില്ല. ഇപ്പൊ ഏഷ്യ കപ്പാണ്, ഏഷ്യ കപ്പ് കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരക്ക് അകത്ത് തന്നെ ആ പരമ്പരയിൽ വെച്ചിട്ട് തന്നെ ആ പരമ്പര ഫുള്ളായിട്ട് പോലും കളിക്കാൻ അവസരം കൊടുത്തിട്ടില്ല. ജിതേഷിനെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇപ്പൊ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള മത്സരത്തിൽ പോലും സഞ്ജുവിന്റെ കാര്യത്തിൽ മധ്യനിരയിൽ ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതേപോലെ തന്നെ സഞ്ജുവിന് ചിലപ്പോൾ ആദ്യത്തെ 2 മത്സരം അവസരം കൊടുത്തിട്ട് വീണ്ടും സഞ്ജു തിളങ്ങാത്തത് കൊണ്ട് ജിതേഷിനെ കൊണ്ടുവന്നു എന്നുള്ള ഒരു പ്രതീതിയൊക്കെ സൃഷ്ടിക്കും. 2 മത്സരം എന്ന് പറയുന്നത് അതേ നീ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഒരു മത്സരം മാക്സിമം അങ്ങനെയാണ് അങ്ങനെ. കാരണം അതിൽ തിളങ്ങിയാൽ ഈ പറഞ്ഞ തലവേദനയാണ്. സഞ്ജു തിളങ്ങുന്നത് ഇപ്പോൾ നമ്മളൊരു താരം ഫോമിലായാൽ അല്ലെങ്കിൽ മികച്ച പ്രകടനം പുറത്തെടുത്താൽ സന്തോഷമാണ് ടീമിന് മാനേജ്മെന്റ് ഉണ്ടാവുന്നത്. സഞ്ജുവിന്റെ കയ്യിൽ നേരെ തിരിച്ചാണ്. ഇത് പണിയായാലും ഇത് വള്ളി പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഈ ഗില്ലിനെ ടീമിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സ്ക്വാഡ് പ്രഖ്യാപനം നീട്ടിവെച്ചു. നമുക്കറിയാം നീട്ടിയിട്ടുണ്ട്. അത് വന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാർ ഇടത്തിൽ കണ്ടീഷനായിട്ട് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ കളിക്കൂ. മറ്റൊരു താരത്തിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇഷാൻ കിഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് ജയ്സ്വാൾ ആയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നെങ്കിൽ ഇത്രയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വൈസ് ക്യാപ്റ്റനാണ്, വൈസ് ക്യാപ്റ്റൻ തിരിച്ചു വരും.
അങ്ങനെ ചെയ്യില്ല. പരിക്ക് മാറി തിരിച്ചു വരുന്ന നിലയിലേക്ക് വരും. അപ്പോഴേക്കും ഇതൊരു ആവശ്യമില്ല, ടീമിനെ പ്രഖ്യാപിക്കും. പക്ഷേ ഇവിടെ സഞ്ജു വന്നു, സഞ്ജു വീണ്ടും ഇതാക്കി തലവേദന. അത് നമ്മൾ മാനേജ്മെന്റ് കൂടെ ചിന്തിക്കണം. സഞ്ജു വീണ്ടും തെളിയിച്ചാൽ ഗില്ലിനെ പുറത്തിരുത്തേണ്ടി വരും. അത് നടക്കുമോ? അത് നടക്കില്ല. കാരണം ഉപനായകനാണ്, നമ്മളെ ഭാവിയിലേക്കുള്ള താരമാണെന്ന് പറയുന്ന സഭ വളർത്തിക്കൊണ്ടിരുന്ന പുറത്തിരുത്തണ്ട. ടോപ്പ് ഓർഡറിൽ തന്നെ എനിക്ക് തോന്നുന്നത് സൂര്യകുമാർ യാദവിന് തന്റെ സ്ഥാനം വേണമെങ്കിൽ ഗില്ലിന് കൊടുക്കാം. കാരണം സൂര്യകുമാർ യാദവ് ഇപ്പോ ഈ പറയുന്ന പഴയ ഫോമിന്റെ ഒരു നിഴലിലാണ് നിൽക്കുന്നത്. അത് റീസെന്റ് ആയിട്ട് ചില പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചപ്പോ ഓസ്ട്രേലിയയിലൊക്കെ ആ രീതിയിലാണെങ്കിൽ പോലും പഴയ ഫോമിന്റെ അല്ലെങ്കിൽ പഴയ ആ ഒരു പ്രകടനത്തിന്റെ ഒരു നിഴലിലാണ് സൂര്യകുമാർ യാദവ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ സൂര്യകുമാർ യാദവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തന്റെ പൊസിഷൻ കൊടുക്കാം. ആ രീതിയിൽ ഇപ്പൊ 3 മുതൽ അല്ല, ഇതേ സൂര്യകുമാർ യാദവ് തന്നെ പറയുന്നുണ്ട് ഗില്ലും സഞ്ജു ഏത് പൊസിഷനിലും കളിക്കുന്ന താരങ്ങളാണ്, അതാണ് ടീമിന്റെ കരുത്തും, അത് തന്നെയാണ് ടീമിന്റെ തലവേദന. അപ്പൊ അതെ, ഗില്ലിനെ മാറ്റിയിട്ട് 1 ഡൗൺ കളിപ്പിച്ചൂടെ? അങ്ങനെ ചെയ്യാലോ. ഇപ്പൊ ഗില്ല് അങ്ങനെ 1 ഡൗൺ കളിപ്പിക്കും. അതിൽ വേറെ റിസ്ക് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തിലക് വർമ്മക്ക് 3-ാം നമ്പർ വേണമെന്നില്ല, 1 ഡൗൺ കളിപ്പിക്കണമെന്നില്ല, കളിപ്പിച്ചിരുന്നു. അല്ല, അത് തിളങ്ങിയിരുന്നു. ഞാൻ പറയണം, അപ്പൊ തിളങ്ങിയ സമയത്ത് പിന്നെ സൂര്യകുമാർ യാദവ് നമ്പർ മാറിയിരുന്നു. സൂര്യകുമാർ തിളങ്ങാൻ പറ്റാണ്ട് പോകും, പണിയായിട്ട് അവസരം നഷ്ടപ്പെടുന്നില്ല. ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ്, വേറെ താരങ്ങൾ പുറത്തു പോകേണ്ട അവസ്ഥയിലേക്ക് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആടുന്ന് ഇപ്പം വീണ്ടും പിന്നെ സൂര്യകുമാർ യാദവിനെ 3-ാം നമ്പറിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഗില്ലിനെ 3-ാം നമ്പറിൽ കൊണ്ടുവന്ന് സൂര്യകുമാർ യാദവിന് സ്വന്തം സ്ഥാനം റിസ്ക് ആക്കിയാൽ സൂര്യകുമാർ യാദവിനും അറിയാം മാനേജ്മെന്റിനെ തന്നെയല്ല ഗില്ലിനെയാണ് ആവശ്യം, ഭാവിയിലേക്കുള്ള ടീമിനാണ് ഇവർ നോക്കുന്നത്. അത് ലോകകപ്പ് പറയുന്നത് നമ്മളിപ്പം ഒരു ലോകകപ്പ് മുന്നിലെത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ടീമിൽ നായകൻ സൂര്യകുമാർ യാദവ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടി തയ്യാറാവും. അപ്പം യാദവ് എന്തായാലും ഇപ്പം വലിയ റിസ്ക് എടുക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ടാണ് ഗില്ലിനെ ഓപ്പണിംഗിൽ കളിപ്പിച്ച് അവിടെ സേഫായി ഇവിടെ സേഫായി സഞ്ജു തൊട്ടുള്ള ബാക്കിയുള്ള താരങ്ങൾ ഏത് നമ്പറോടെ കളിച്ചോട്ടെ എന്നൊരു ഒഴുക്കം മട്ടിലേക്കുന്നത്. പക്ഷെ പറഞ്ഞതിൽ ഒരു വാക്കിൽ ആവശ്യത്തിന് അവസരം നൽകുന്നില്ല. ആ ഒരു വാക്കാണ് പ്രശ്നം ചെയ്യുന്നത്. അത് കൃത്യമായി പറയണമെന്നു അദ്ദേഹം തെളിയിച്ചു. പക്ഷേ രണ്ടുപേരും മികച്ച താരങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ശ്രേയസേനെ പറയാനുണ്ടല്ലോ, ഇത്ര ആൾക്കാർ ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ രണ്ടുപേരും മികച്ച താരങ്ങൾ, രണ്ടുപേരും പേര് തെളിയിച്ചു. ഭാവിയിലേക്കുള്ള പ്ലാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു മാറ്റും. ഇത് സഞ്ജുവിന് അവസരം നൽകി എന്ന് പറയുമ്പോൾ അവസരം നൽകിയിട്ട് ഇപ്പം കേൾക്കുന്നവർ ഒറ്റ വാക്കിൽ എന്താ അതിന് അർത്ഥം വരുന്ന മീനിങ്? അവസരം നൽകി, ഓനത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയില്ല, മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ കണക്കുകൾ എടുത്തും കളി കാണുന്ന ഒരിക്കലും കണക്കെടുത്ത് നോക്കുമ്പോൾ അറിയാം സഞ്ജുവിന് അവസരം നൽകി, സഞ്ജു തെളിയിച്ചു തറച്ചോണ്ട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. തീർച്ചയായിട്ടും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന് ആവശ്യത്തിന് അവസരം നൽകിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് അവസരം നൽകി. കാരണം 50-ലധികം T20 മത്സരം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അത് നൽകിയത് ഇത്രയും വർഷത്തിന്റെ ഗ്യാപ്പിലാണ്. സ്ഥിരമായിട്ട് ഒരു T20 ടീമിലെ ഒരു സ്ഥാനം സഞ്ജുവിന് കിട്ടിയത് തന്നെ ഈ പറയുന്ന 10 വർഷത്തിന്റെ ഇടയിൽ അവസാനത്തെ ഈ 2 വർഷമാണ് ഒരു കാര്യം. പിന്നെ അത് മാത്രമല്ല, സഞ്ജുവിന് പല സാഹചര്യങ്ങളിൽ അവസരം നൽകിയിട്ട് ഏറ്റവും സഞ്ജുവിന് ഒരു റോള്, തന്റെ റോൾ എന്താണ്, ഏത് പൊസിഷനിലാണ് തന്റെ ബാറ്റിംഗ് റോള് എന്നത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയത് കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ്. അത് സഞ്ജു പ്രൂവ് ചെയ്ത് ഓപ്പണിംഗ് പറയേണ്ടി വരുന്നു. അതെ, അങ്ങനെ പറയേണ്ടി വരുന്നുണ്ട്. 3 സെഞ്ചുറികൾ എന്ന് പറയുന്ന സഞ്ജു അത് തന്റെ റോൾ എന്താണ് T20 ടീമിൽ എന്ന് സഞ്ജു പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സഞ്ജുവിനെ അവിടുന്ന് പിടിച്ച് മാറ്റിയിട്ട് ഗില്ലിനെ തിരിച്ചു കൊണ്ടുവന്ന് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന് അവസരം കൊടുത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം കൊടുത്തു. പക്ഷെ റോളിന്റെ കാര്യത്തിൽ ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല. റോൾ എന്താണെന്നുള്ളത് സഞ്ജു പ്രൂവ് ചെയ്തപ്പോൾ ആ റോളിൽ നിന്നാണ് സഞ്ജുവിനെ മാറ്റിയത് എന്നുള്ളതൊക്കെയാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്ത്യയുടെ ഭാവി പരിപാടികൾ, ടീമിന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ട കാര്യമാണ്. തീർച്ചയായും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.